ഹലോ ഗൈസ്, എന്നാണ്ട് വിശേഷം? നിങ്ങളെല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഞാൻ ഈ ബാഗും തൂക്കി എവിടെ പോവാണെന്നല്ലേ. ഇന്ന് ഏപ്രിൽ 26 അതായത് കേരളം മുഴുവൻ ഇലക്ഷൻ്റെ ചൂടിൽ, തിരഞ്ഞെടുപ്പ് ചൂടിൽ ഇങ്ങനെ നിൽക്കുന്ന ദിവസമാണ്. അതെ, ഞാനും വോട്ട് ചെയ്യാൻ പോവുകയാണ്. എൻ്റെ സമ്മതിദാന അവകാശം നിറവേറ്റാൻ വേണ്ടിയിട്ട് ഞാനും പോവുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് കുറച്ച് ഇലക്ഷൻ്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ കുറച്ച് വീട്ടുവിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ദാറ്റ്സ് ഇറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സത്യം പറഞ്ഞുകൊണ്ടല്ലോ, ഞാൻ ഈ പ്രാവശ്യം വോട്ട് ചെയ്യാൻ പോകുന്നില്ലെന്ന് തീരുമാനിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. കാരണം മറ്റൊന്നുമല്ല, രാഷ്ട്രീയപരമായിട്ടുള്ള എതിർപ്പുകളോ അങ്ങനെയുള്ള ഒന്നുമല്ല. കാരണം എൻ്റെ വോട്ടേഴ്സ് ലിസ്റ്റിലെ പേര് വന്നിരിക്കുന്നത് എൻ്റെ വീട്ടിലെ വോട്ടേഴ്സ് ലിസ്റ്റിലാണ്, എൻ്റെ നാട്ടിലെ വോട്ടേഴ്സ് ലിസ്റ്റിലാണ് എൻ്റെ പേര് വന്നിരിക്കുന്നത്. അതായത് ഞാൻ എൻ്റെ വോട്ടേഴ്സ് ഐ ഡിയിലെ അഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ എനിക്ക് വോട്ട് ഇപ്പോഴും എൻ്റെ വീട്ടിൽ തന്നെയാണുള്ളത്. അപ്പോൾ വോട്ടിന് വേണ്ടിയിട്ട് എൻ്റെ വീട്, ഞങ്ങൾ താമസിക്കുന്ന ആറന്മുളയിലാണ്. എൻ്റെ വീട് കോട്ടയം ജില്ലയിൽ കൂരോപ്പടയിലാണ്. അപ്പോൾ അവിടെ വരെ പോവുക എന്ന് പറയുന്നത് അത്രയും ദൂരം പോകണ്ടേ, ഒന്നൊന്നര മണിക്കൂറോളം ബൈക്കിൽ യാത്ര ചെയ്യണം. അപ്പോൾ അത് ഒഴിവാക്കാമല്ലോ, കുഞ്ഞുണ്ട്, കുഞ്ഞിനെയും കൊണ്ട് വേണം പോകാൻ, അത് ഒഴിവാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ പ്രാവശ്യം വോട്ട് ചെയ്യാൻ പോകുന്നില്ലെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അച്ചാച്ചൻ എന്നോട് പറഞ്ഞു, വേണ്ട, നിനക്ക് യാത്രയുടെ ബുദ്ധിമുട്ടാണ്, നിന്നെ ഞാൻ എന്താണെങ്കിലും വീട്ടിൽ കൊണ്ടുവിടാം, നീ എന്താണെങ്കിലും വോട്ട് ചെയ്യാൻ പോകണം, ഇത്രയും ദൂരം യാത്ര ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടൊന്നും വോട്ട് ചെയ്യുന്ന ഒരു അവകാശം, ഒരു വോട്ടവകാശത്തെ നിഷേധിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാനും ഒന്ന് ചിന്തിച്ചു, ശരിയാണല്ലോ, ഒരു സോഷ്യൽ സയൻസ് അധ്യാപിക എന്ന നിലയിൽ ഞാൻ ഈ ഒരു വോട്ടവകാശം നിഷേധിച്ച, അല്ലെങ്കിൽ ഞാനത് ചെയ്യാതിരുന്ന, ഞാൻ പറഞ്ഞു പഠിപ്പിക്കുന്ന കുട്ടികളോടും കൂടി ചെയ്യുന്ന ഒരു തെറ്റാണല്ലോ എന്ന് കൂടി ഞാൻ ചിന്തിച്ചു. കാരണം നമ്മളിത് 24 മണിക്കൂർ, അല്ലെങ്കിൽ നമ്മളിത് സ്കൂളിൽ ചെന്നിരുന്ന് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്, ജനാധിപത്യത്തെ പറ്റിയിട്ടും അവിടെയുള്ള നമ്മുടെ അവകാശങ്ങളെ പറ്റിയിട്ടും നമ്മുടെ പ്രാധാന്യത്തെ പറ്റിയിട്ടൊക്കെ നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചിട്ട് നമുക്കിങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പിന്നോട്ട് മാറി നിൽക്കുന്നത്, അത് പ്രവൃത്തിയൊന്നും അല്ലേ, പറച്ചിൽ മറ്റൊന്നും എന്നുള്ള നിലയ്ക്കായി പോകുമല്ലോ എന്ന് ഉള്ളൊരു ബോധം എനിക്ക് വന്നപ്പോൾ ഞാൻ തീരുമാനിച്ചു, എന്താണെങ്കിലും ഞാൻ വോട്ട് ചെയ്തിട്ടുള്ള കാര്യമുള്ളൂ. അങ്ങനെ ഞങ്ങളൊരു 9:30 ആയപ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി വോട്ട് ചെയ്യാനായിട്ടുള്ള യാത്ര ഞങ്ങളങ്ങ് ആരംഭിച്ചു. ഈ സാധാരണ നമ്മൾ പോകുമ്പോൾ കാണുന്നതിനെക്കാട്ടിലും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് ഇലക്ഷൻ്റെ അന്ന് നമ്മൾ വെളിയിൽ ഇറങ്ങിയാൽ കാണാൻ പറ്റുന്നത് അല്ലേ. റോഡിലൂടെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് മുഴുവൻ വാഹനങ്ങളുടെ തിരക്കിനെക്കാട്ടിലും റോഡിലുണ്ടായിരുന്നത് ഇങ്ങനെ നടന്നു പോകുന്ന, കാൽനടയായിട്ട് പോകുന്ന ആളുകളുടെ തിരക്കായിരുന്നു. കാരണം എല്ലാവരും വീട്ടിൽ, അന്ന് അവധി ദിവസമാണ്, എല്ലാവരും വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വോട്ട് ചെയ്യാനായിട്ട് പോകുന്നതിൻ്റെ ഒരു തിരക്ക് നമുക്ക് റോഡിൽ നന്നായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. ഞങ്ങളൊരു 11:30-12 മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ ഏകദേശം വീട്ടിലേക്ക് എത്തി. വീട്ടിലെത്തി കുറച്ച് നേരമൊക്കെ ഒന്ന് ഇരുന്ന് വിശ്രമമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണിപ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്ലിപ്പും ID കാർഡും ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനും എൻ്റെ അനിയനും കൂടിയാണ്, അനിയനും വോട്ടുണ്ട്, അപ്പോൾ അവനും ഞാനും കൂടിയാണ് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. ഉച്ച സമയമായതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ വോട്ടൊക്കെ ചെയ്തിട്ട് വീട്ടിൽ വന്നു. പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, അതായത് ഞാൻ വോട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോസും ഒന്നും എനിക്ക് എടുക്കാനായിട്ട് സാധിച്ചില്ല. സത്യം പറഞ്ഞാൽ പോലീസിനെ കണ്ടപ്പോഴേക്കും എനിക്ക് പേടിയായി. അവിടെ പോലീസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റുമോ ഇല്ലയോ ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ആ ഒരു ഉദ്യമത്തിലേക്ക് കടന്നില്ല. എനിക്ക് പേടിയായതുകൊണ്ട് തന്നെ ഞാൻ മിണ്ടാതെ പോയി വോട്ട് ചെയ്തു, തിരികെ വീട്ടിലേക്ക് വന്നു. വീഡിയോ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പം എന്നാ, ഞാൻ അവിടെ അടുക്കളയിൽ ചേർന്ന് നല്ലൊരു പപ്പടം എടുത്ത് കാച്ചി, പിന്നെ മമ്മി ഉണ്ടാക്കി വെച്ചിരുന്ന നല്ല കിളിമീൻ കറി ഉണ്ടായിരുന്നു, അതും കൂട്ടി ഉച്ചയ്ക്ക് നന്നായിട്ട് ചോറ് കഴിച്ചു. ഊണിന് ശേഷം കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് വിശ്രമിച്ചു. മോൻ കുറച്ച് നേരമൊക്കെ കളിച്ചു. എൻ്റെ പപ്പായുടെ ചേട്ടൻ്റെ മോളുണ്ടായിരുന്നു, അപ്പോൾ ആൻറ്റിയുടെ കൂടെ മോൻ കുറച്ച് നേരം കളിച്ചു. പിന്നെ പറമ്പൊക്കെ വൃത്തിയാക്കാനായിട്ട് ഒരു ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ആ ചേട്ടൻ ജോലിയൊക്കെ ചെയ്ത് കുറച്ച് നേരം കണ്ടോട്ട് നിന്നു. വൈകുന്നേരം ആയപ്പോഴേക്കും നല്ലൊരു ചൂട് ചായയൊക്കെ കുടിച്ചു. ഉഷ്ണേന ശാന്തി എന്നാണല്ലോ. വീടിൻ്റെ പുറകുവശത്തുള്ള പറമ്പാണ് ഇത്. കുറേ നാളായിട്ട് ഈ പറമ്പ് ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുമായിരുന്നു. അപ്പോൾ ഒരു പണിക്കാരനെ വെച്ച് അതെല്ലാം ഒന്ന് വൃത്തിയാക്കി, കാടൊക്കെ ഒന്ന് വെട്ടിത്തെളിച്ച് ഒന്ന് വൃത്തിയാക്കി കുറച്ച് കൃഷിയൊക്കെ ചെയ്യാനായിട്ടുള്ള പരിപാടിയിലാണ് പപ്പ.
ഈ ചെടി നിങ്ങൾക്കറിയായിരിക്കും, നാരകത്തിൻ്റെ ചെടിയാണ്. ഇത് നിറയെ മുള്ളുണ്ട്, കൂർത്ത മുള്ളുകളുണ്ട്. പണ്ട് കാതൊക്കെ ചെറുപ്പത്തിൽ കാത് പഴുത്തൊക്കെ ഇരിക്കുന്ന സമയത്തൊക്കെ കാത് കുത്തി അത് അടഞ്ഞു പോകാതിരിക്കാനായിട്ട് ഈ മുള്ളിങ്ങനെ ആ കിഴുത്തേൽ കയറ്റി വയ്ക്കുമായിരുന്നു. ഈ പറമ്പിൽ കുറേ വർഷങ്ങളോളം റബ്ബറായിരുന്നു നട്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ ഇവിടെ കപ്പ കൃഷി ചെയ്തു, കുറേ വർഷം കപ്പ കൃഷി ചെയ്തു. പിന്നെ കുറേ നാൾ വാഴയൊക്കെ കൃഷി ചെയ്തു. ഇപ്പം ഇത് ഇങ്ങനെ കാടൊക്കെ പിടിച്ച് കിടക്കുമായിരുന്നു. വീണ്ടും അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെട്ടിത്തെളിച്ചെടുക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യാനായിട്ടാണെന്ന് തോന്നുന്നു. മഴക്കാലത്ത് ഈ പറമ്പിൽ നിറയെ ഉറവുകളുണ്ട് കേട്ടോ. അപ്പം മഴക്കാലം ആകുമ്പോഴത്തേക്കും നല്ല മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ ചെറിയ തോട് പോലെ, ചെറിയ ചാല് പോലെ ഈ തോട്ടത്തിൽ നിറയെ ഉറവുകൾ ഇങ്ങനെ പൊട്ടി വരുമായിരുന്നു. സമയം ഒരു 6-6:30 കാണും. മമ്മി ഇലക്ഷൻ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ ഞങ്ങൾ മമ്മിയെ കൊണ്ടുവരാനായിട്ട് ഞങ്ങൾ പോയിരിക്കുകയാണ്. അപ്പോൾ മമ്മിക്ക് ഇലക്ഷൻ ഡ്യൂട്ടി ഉണ്ടായിരുന്നത് ഞാനും എൻ്റെ അനിയനും മമ്മിയും ഒക്കെ പഠിച്ച സ്കൂളിലായിരുന്നു. മുക്കാലി സ്കൂളെന്ന് പറയും, NSS സ്കൂളിലാണ്. അവിടെയായിരുന്നു മമ്മിക്ക് ഇലക്ഷൻ ഡ്യൂട്ടി. അപ്പോൾ സ്കൂളാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സ്കൂളൊക്കെ ഒന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ച് ഞാനും കൂടി തൊപ്പാട് പോയി. മമ്മി ഹൈസ്കൂളിൽ പഠിച്ചത് ഈ സ്കൂളിലാണ്. അതേപോലെ ഞാനും എൻ്റെ അനിയനും +1 +2 പഠിച്ചതും ഇതേ സ്കൂളിൽ തന്നെയാണ്. എന്നെക്കാട്ടിൽ കൂടുതൽ എൻ്റെ അനിയൻ ഈ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് മമ്മിയും പപ്പായൊക്കെ സ്കൂളിൽ എപ്പോഴും ചെല്ലേണ്ട ഒരവസ്ഥ വന്നിട്ടുള്ളത്. പിന്നെ ഇലക്ഷൻ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് മമ്മിയെ കിട്ടി. മമ്മി എൻ്റെ കുഞ്ഞും കൂടി അവിടെ സ്കൂളിൻ്റെ വാതിലിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. കാരണം ഒരു മെമ്മറി ആണല്ലോ. മമ്മി പഠിച്ച സ്കൂളിൽ, അമ്മച്ചി പഠിച്ച സ്കൂളിൽ, അമ്മ പഠിച്ച സ്കൂളിൽ, മാമൻ പഠിച്ച സ്കൂളിലൊക്കെ ഒന്ന് പോയ ഒരു സന്തോഷമായിരുന്നു അവന്. ഇവിടെ കാറിൽ തർക്കം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആർക്കാണ് ഫ്രണ്ട് സീറ്റിലിരിക്കേണ്ടത്, ആരാണ് ഫ്രണ്ട് സീറ്റിലിരിക്കുന്നത്. അവസാനം മമ്മി ഇലക്ഷൻ ഡ്യൂട്ടിക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടൊക്കെ കൊണ്ടുപോയൊരു ഫാൻ അത് കണ്ടപ്പോഴേക്കും വിഹാൻ തീരുമാനിച്ചു അവൻ ബാക്കിലേ ഇരിക്കണമെന്ന്. അങ്ങനെ മമ്മി ബാഗും കവറും കൂടും ഒക്കെ എടുത്ത് ഫ്രണ്ടിലേക്ക് പോയിരിക്കാൻ പോയി. ഞാനും വിഹാനും കൂടി കാറിൻ്റെ ബാക്കിലും ഇരുന്നു. മമ്മി ഒരു അംഗൻവാടി ടീച്ചറാണ്. അപ്പം ഈ മാസം 30-ാം തീയതി മമ്മി റിട്ടയർഡ് ആവുകയാണ്. അപ്പോൾ ഔദ്യോഗികമായിട്ട് സർവീസിലിരുന്നുകൊണ്ടുള്ള അവസാനത്തെ ഒരു ഇലക്ഷൻ ഡ്യൂട്ടിയാണ് മമ്മിക്ക് ഈ വർഷം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ മമ്മിയുടെ ഞാൻ എടുത്തു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്ന ഉടനെ ബാഗും എടുത്ത് ഞങ്ങൾ നേരെ ആറന്മുളയ്ക്ക് തിരിച്ചു പോന്നു. വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ ഒരിക്കലും മിസ് ചെയ്യത്തില്ലാത്ത ഒരു ഇടമാണ് ഇവിടം. ഇവിടുത്തെ മസാല ദോശ കഴിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം. ഞങ്ങൾ വീട്ടിൽ പോകുക എന്നുള്ളതിൻ്റെ മെയിൻ ഉദ്ദേശം തിരിച്ചു വരുമ്പോൾ ഇവിടെ വന്ന് മസാല ദോശമായിട്ട് കഴിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടിപ്പോൾ എല്ലാ മാസത്തിലും ഞങ്ങൾ അവിടുത്തെ ഒരു സ്ഥിരം സന്ദർശകരായിട്ട് മാറിയിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ അടുത്ത ദോശയ്ക്കായിട്ടുള്ള തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. വിഹാന് ഞങ്ങൾ ഇതുവരെ മസാല ദോശ കൊടുത്തിട്ടില്ല. അതിനകത്ത് മസാലയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവന് ഞങ്ങൾ പ്ലെയിൻ ദോശയാണ് വാങ്ങിച്ചു കൊടുക്കാറുള്ളത്. അപ്പോൾ വെയിറ്റർ കൊണ്ടുവന്നപ്പോൾ പറഞ്ഞു 2 മസാല ദോശ 1 പ്ലെയിൻ ദോശ എന്ന് പറഞ്ഞു. പ്ലെയിൻ ദോശ അവൻ്റെ ഫ്രണ്ടിൽ വെച്ചു. ഇത് അയാൾ കേട്ടു. അപ്പോൾ തന്നെ വഴക്ക് തുടങ്ങി. ഇത് മസാല ദോശയല്ല, ഇത് മസാല ദോശ മതി എന്ന് പറഞ്ഞു. പിന്നെ അവനെ ഞങ്ങൾ കൺവിൻസ് ചെയ്ത് ഇത് മസാല ദോശയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് അവനെ കൊണ്ട് അത് കഴിപ്പിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ വയറ് നിറച്ച് മസാല ദോശ
ദോശയൊക്കെ കഴിച്ചു ഒരു നല്ല ചൂട് കോഫിയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ നല്ലൊരു ചൂട് കോഫിയൊക്കെ ഇട്ട് കുടിക്കുക, നല്ലൊരു മസാല ദോശയൊക്കെ പറ്റുമെങ്കിൽ വാങ്ങിച്ച് കഴിച്ചിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.